ഹലോ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നോ പഠിക്കുന്ന കാലത്ത്? അതായത് ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങി ഒരു വിഷയത്തിന് പോലും ഫെയിലാകാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണോ? ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. ഒരു വിഷയത്തിനും ഫെയിലാവുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ടോപ്പർ എന്നല്ല ഉദ്ദേശിച്ചത്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ +2 കഴിഞ്ഞപ്പം നഴ്സിംഗ് പ്രൊഫഷനായിട്ട് എടുത്തത്. അങ്ങനെ എൻ്റെ 4 വർഷം ഞാൻ നഴ്സിംഗ് പഠിച്ചു. ഒരു വർഷം പോലും എനിക്ക് ഒരു സബ്ജക്റ്റിന് പോലും ഞാൻ ഫെയിലാവോ അല്ലെങ്കിൽ ഫെയിലായിട്ട് ബാക്കാവോ സപ്ലി എഴുതോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ക്ലിയറാക്കി എല്ലാ വർഷത്തെയും എല്ലാ പോർഷൻസും പഠിച്ച് എല്ലാ പേപ്പറും അതാത് സമയത്ത് ക്ലിയറാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ 2016 തൊട്ട് 2012 മുതൽ 2018 വരെ ഞാൻ പഠിച്ച് 4 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഫുൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു ബാഗിലായി അങ്ങനെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണോ അവിടെ നിന്ന് തന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വയസ്സ് 30 വയസ്സായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാം, നല്ല രീതിയിൽ സമ്പാദിക്കാമല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ നഴ്സിംഗ് പ്രൊഫഷനാക്കി എടുത്ത് പഠിച്ചതൊക്കെ. പക്ഷെ ഞാനൊരു കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞൊരു കുട്ടിയായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ നഴ്സിംഗ് കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ ഒരാളില്ലെങ്കിൽ ഈ നഴ്സിംഗ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് ഇപ്പം ഞാൻ അനുഭവിക്കുന്നതാണ്. ഞാൻ എൻ്റെ 2018 എൻ്റെ പഠിത്തം കഴിഞ്ഞ് 2016 പഠിത്തം കഴിഞ്ഞ് 2018 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിലൊരു ഹാർട്ട് ആൻഡ് ലങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാർഡിയാക് ICUവിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1 ഇയറോളം ഞാൻ വർക്ക് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയത്. അത് കഴിഞ്ഞപ്പം മോളുണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി. ഇപ്പം ഞാൻ തൊഴിൽ രഹിതമായിട്ടിരിക്കുകയാണ്, അൺഎംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയാം. പഠിച്ച ഡിഗ്രിയുള്ള സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് ഭദ്രമായിട്ട് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ജോലിക്ക് പോകാനോ ഒരു 5 പൈസ സമ്പാദിക്കാനോ പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഉണ്ടല്ലോ, അതായത് ഒരു 2010 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 20 വയസ്സ്, ഒരു 18 മുതൽ 20, 22 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇപ്പോൾ കൈ നിറയെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, അതിലൂടെ സമ്പാദിക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്കില്ലുകൾ ഉണ്ടാവും, അത് വളർത്തി വന്ന് അതിലൂടെ അവർ സമ്പാദിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ, നമ്മുടെ കയ്യിൽ ഫോണാണല്ലോ ഇരിക്കുന്നത്, നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം 4 വർഷം ലക്ഷങ്ങൾ മുടക്കി ഞാൻ പഠിച്ചിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഭദ്രമായിട്ട് അതിനോട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയൊരവസ്ഥയേ അല്ല. എൻ്റെ മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതായത് ഭയങ്കര നമുക്കിങ്ങനെ എന്താ പറയുക, ചില കുട്ടികളെയൊന്നും പിടിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുപോലത്തെ സ്വഭാവം ഉണ്ടാവും. അതായത് ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, അവളാകെ അടങ്ങി ഒരിടത്ത് കിടക്കുന്നത്, അവളെപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഒരു സമയത്താണ് അവൾക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് റെസ്റ്റ് ഉള്ളത്. നമുക്കതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടീനെ ഒരാളടുത്ത് ആക്കി പോവാനോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, ഈ കൊച്ചിനൊന്ന് നോക്കിക്കോ ചേച്ചി എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അവളെ. ഇപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, 1st സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ മോള് പഠിക്കുന്നത്. ആ ടീച്ചർ ഇപ്പം എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് മോള് തീരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയേ അല്ല, എക്സാംസ് നമ്മൾ ക്ലാസ് ടെസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ എഴുതുന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിപ്പിച്ചാണ് വിടുന്നത്. ഫുൾ പഠിപ്പിച്ച്
നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് വിടുന്നത്. പക്ഷേ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ശ്രദ്ധ വേറെ എന്തിലേക്കൊക്കെയോ ആണ്, കളിക്കണം, അങ്ങനെയൊക്കെ നടക്കുന്ന, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ് അവളുടെ ചിന്തകളൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അറ്റൻറ്റീവായി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കുട്ടീനെ ഒരാളെടുത്ത് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മളെ കുട്ടീനെ നമ്മൾ നോക്കണ പോലെ വേറെ ഒരാളും നോക്കില്ല. കാരണം ഇപ്പം മക്കളെയൊക്കെ ഒരിടത്ത് ആക്കിയിട്ട് പോകാൻ പേടിയാണ്. സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ലാത്ത കാലമല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ കുട്ടീനെ എവിടെ ആക്കി പോകാൻ ഒരു താല്പര്യമില്ല, എവിടെ ആക്കി പോകാനായിട്ട്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞു വന്നത്, പഠിച്ചിട്ടും ഇപ്പം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. കയ്യിൽ 5 പൈസയില്ല എടുക്കാനായിട്ട്. ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം ഓട്ടണമല്ലോ. അപ്പോൾ ഹസ്ബൻഡിന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ, ഹസ്ബൻഡ് ഈ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അതിൽ ഒരു സ്വന്തമായിട്ട് വരുമാനമോ, അതായത് സ്വന്തമായിട്ട് വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള വരുമാനം നമുക്കതിൽ നിന്ന് ഉണ്ടാവില്ല. കിട്ടുമ്പോൾ കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പം എത്രയൊക്കെ പഠിച്ചാലും നമ്മുടെ ഒരു തലവിധി ഉണ്ടാവുമല്ലോ, നമ്മളെങ്ങനെ വരണം, നമ്മുടെ ജീവിതം എങ്ങനെ പോകണം. ഇപ്പം ഈ ഒരു മോളുണ്ടായ പിന്നെയാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ. അതായത് കുട്ടി ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചിരുന്നു. ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും അടിക്കുകയോ സൗണ്ട് ഉണ്ടാക്കുകയോ ഒച്ചയിൽ എന്തെങ്കിലും ചൂടായി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി ഭയങ്കര രീതിയിൽ കരയും. കരഞ്ഞൊരൊറ്റ കരച്ചിലിൽ ശ്വാസം കിട്ടാതായി കുട്ടീൻ്റെ കളറൊക്കെ മാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടി. അപ്പോൾ ഒരാളടുത്ത് ആക്കി പോകാനും പറ്റില്ല. എങ്കിൽ നമ്മളിപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പം എനിക്കിപ്പം ഈ വരുന്ന കുട്ടികളോട്, അതായത് ഇപ്പം ജീവിതത്തിലേക്ക് പഠിച്ച് ഒരു ജോലിക്കായി ജീവിതത്തിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുന്ന ഒരു കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ലൈഫൊക്കെ സെറ്റിലായിട്ട് കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയൊക്കെ ആക്കുക. അതായത് ഫിനാൻഷ്യലി സെറ്റിൽഡായിട്ട് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയണത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പം എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. അതായത് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാർ ഈ ബാക്കായിട്ട് പിന്നെയും സപ്ലിയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഇപ്പം ഓരോരോ പുറം രാജ്യങ്ങളിലുള്ള കൺട്രീസിലാണ്, അതായത് ന്യൂസിലൻഡ്, കാനഡ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. മാസം ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പിലായിരുന്നു. ഒരു പേപ്പറിന് പോലും ഫെയിലാവുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പം എൻ്റെ സങ്കടം. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു ജോലി ഉണ്ട് കയ്യിൽ. പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ടിട്ട് എനിക്ക് ആ ഒരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെയും നോക്കുന്നത് ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ശ്രമിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു ടാലൻ്റൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഇതിലൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്നും അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ പഠിച്ചു, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ തലവിധി പോലെ, ഒരു തലവര പോലെയൊക്കെയാണ് നമ്മുടെ ജോലി വരിക. നമുക്ക് ഫിനാൻഷ്യലി സെറ്റിലാവാൻ പറ്റുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു വിധി പോലെയാണ് വരിക. അപ്പം പഠിക്കുക, വിദ്യാഭ്യാസം നേടുക, പക്ഷേ ലൈഫിൽ സെറ്റിലാവാൻ നോക്കുക, ഫിനാൻഷ്യലി സെറ്റിലാവാൻ നോക്കുക. നമ്മളിപ്പോൾ എത്രയൊക്കെ പഠിച്ചാലും എന്തിനാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്? ഇപ്പോൾ പഠിച്ച ഡിഗ്രിയിലൂടെ ആരും ഒന്നും നേടിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചിലരുടെ സാഹചര്യങ്ങളൊക്കെ ചിലരെ പല വഴികളിലേക്ക് മാറ്റി വിടുമല്ലോ. അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അവസ്ഥയാണ്, നിസ്സഹായാവസ്ഥയാണ്, അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞു വന്നത്. ഡിഗ്രി ഉണ്ടായിട്ടും ജോലിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരാതിരിക്കുക. ശരിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈഫ്, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും മുന്നോട്ടുള്ളത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോവാം. ടേക്ക് കെയർ, ബൈ.